അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൽമുൽ മന്തിഖിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഡെഫിനിഷൻ, നിർവചനം, ഒന്നാം ഘട്ടത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് കടക്കണം ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് നിർവചനം തയ്യാറാക്കുക? അതായത് ഇൽമുൽ മന്തിഖ് പ്രധാനമായും രണ്ട് പാർട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഓരോ കാര്യങ്ങൾ, ഓരോ സാധനങ്ങൾ, ഓരോ വസ്തുക്കൾ, അത് എന്താണ് എന്ന് മനസ്സിലാക്കുക. തസവ്വുർ, അതിനും നമ്മുടെ മനസ്സിലുള്ള കുറച്ച് വിവരങ്ങൾ കൂട്ടി വെക്കണം. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പം അങ്ങനെ തസവ്വുർ അഥവാ ഓരോ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കൂട്ടിച്ചേർത്ത് വെച്ചുണ്ടാക്കുന്ന അതിൻ്റെ പേര് മുഅരിഫ്, തഅരീഫ്, നിർവചനം എന്നാണ്. അപ്പോൾ എങ്ങനെ ഒരു നിർവചനത്തിലേക്ക് നമുക്ക് എത്താം? ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചൊരു നിർവചനം, ആ വസ്തുവിനെ ശരിക്കും മനസ്സിലാക്കാൻ, നിർവചിക്കാൻ എങ്ങനെയൊക്കെ പറ്റും എന്നതിനെ കുറിച്ച് നമുക്കൊരു വിശകലനം നടത്താം. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ, ഇൻസാൻ, എന്താണ് മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിർവചനമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അത് എന്താണ് നമ്മളിൽ ഉപയോഗിക്കേണ്ടത്? മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു, ഒന്ന് ഓർഡറാക്കി ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കുക, ഏതൊക്കെ ഉപയോഗിച്ചാൽ എന്തെല്ലാം രീതിയിലാവും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അൽ ഇൻസാൻ, ഇങ്ങനെ കുറേ നമുക്ക് ഇൻസാനെ പറ്റി പറയാൻ പറ്റും. ഇപ്പം നാത്തിക്ക്, സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ. അല്ലാഹിക്ക്, ചിരിക്കുന്നവൻ, മനുഷ്യനെ പറ്റി പറയാൻ പറ്റും. അൽ ഹസാസ്, ഹിസ്സുള്ളവൻ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് തൊട്ടും കണ്ടും കേട്ടൊക്കെ അറിയുന്നവൻ. അൽ ഹയവാൻ, അവൻ ജീവിയാണ്. അൽ ജിസ്മുൻ നാമി, വളർച്ചയുള്ള തടിയാണ്. ജിസ്മു എന്ന് പറഞ്ഞാൽ മാലഹു തൂലും വ അർബുൻ വ ഉംകുൻ, നീളം, ആഴം, വീതി, ഈ മൂന്ന് സാധനമുള്ള തടി എന്ന് പറഞ്ഞാൽ ഒരു തടി അങ്ങനെയല്ലോ. അൽ മാഷി, നടക്കുന്നവൻ. ഇങ്ങനെ നമുക്ക് പലതും മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റും. ഇതിൽ നിന്ന് ഏതൊക്കെ ഉപയോഗിച്ച് നമുക്ക് മനുഷ്യനെ നിർവചിക്കാം, അതാണ് ഇപ്പം നമ്മളെ വിഷയം. ഇൻസാന്, മനുഷ്യനെ കുറിച്ച് നമ്മൾ അൽ ഹയവാനുൻ നാത്തിഖു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അൽ ഹയവാനുൻ നാത്തിഖു എന്ന് മനുഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അൽ ഹയവാനു പറയാതെ അൻ നാത്തിഖു എന്ന് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ ഹയവാൻ ഉപയോഗിക്കാതെ അൽ ജിസ്മുൻ നാമിൻ നാത്തിഖു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇൻസാനെ പറ്റിയിട്ട് അൽ ഹയവാനു ലാഹിഖു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വെറും ലാഹിഖ് എന്ന് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ ജിസ്മുൻ നാമി ലാഹിഖു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അൽ മാഷി ലാഹിഖു എന്ന് പറഞ്ഞു. ഇങ്ങനൊക്കെ വേണമെങ്കിൽ മനുഷ്യനെ പറ്റി പറയാലോ. ഇങ്ങനെയുള്ള പലതും മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാം. നിർവചനം ഇതിൽ ഏതൊക്കെ പറഞ്ഞാലാണ് ആവുക, എന്തെല്ലാം ഐറ്റം, എങ്ങനെയൊക്കെ, അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ നിർവചിക്കുമ്പോൾ ഏതൊരു വസ്തുവിനും അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടാവും,
അടിസ്ഥാന ഘടകങ്ങളല്ലാത്തതുണ്ടോ? ഈ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തു അതാവാൻ, ആ വസ്തു അങ്ങനെ അതായി തീർന്നത് ഏത് കൊണ്ടാണ്? അതിൽ വരുന്നതൊക്കെ അടിസ്ഥാന ഘടകവും. ആ വസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന സംഗതി തന്നെയാണ്, പക്ഷെ അതായിത്തീരുന്നതിൽ അതിന് പങ്കില്ല, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് അടിസ്ഥാന ഘടകമല്ലാത്തത്. ചുരുക്കി പറഞ്ഞാൽ ജിൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകത്തിൽപ്പെട്ടതാണ്. മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം അതിൻ്റെ ജിൻസ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫസ്ല്, അത് ജിൻസ് ബഈദായാലും ജിൻസ് ഖരീബായാലും, ഫസ്ല് ബഈദായാലും ഫസ്ല് ഖരീബായാലും അതൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതേ സമയത്ത് നമ്മൾ ഖാസ്, അർള് ഖാസ്, ഖാസ എന്നൊക്കെ പറഞ്ഞ ഇൻസാനെ അപേക്ഷിച്ചിടത്തോളം ലാഹിക്ക് എന്ന് പറഞ്ഞല്ലോ, അത് അടിസ്ഥാന ഘടകമല്ല. മനുഷ്യനായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഹയാത്തുള്ളതുകൊണ്ടും നുത്തുക്കുള്ളതുകൊണ്ടാണ്. എന്നാൽ മനുഷ്യനെ പറ്റി പറയാൻ പറ്റുന്നൊരു കാര്യമല്ലേ ലാഹിക്ക്? ഓക്കെ, അത് മനുഷ്യൻ മാത്രം ഒതുങ്ങി നിൽക്കണമല്ലേ, അതും ശരിയാണ്. പക്ഷെ അടിസ്ഥാന ഘടകം അല്ലാത്തത് കൊണ്ട് അതിന് അർള് ഖാസ് എന്നാ പറയാം. ഖാസാണ്, പക്ഷെ അർളാണ്. ഉത്ഭവിച്ചതെന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകം ഇല്ലാത്തതെന്നർത്ഥം. എന്നാൽ മാഷി എന്ന് പറഞ്ഞാലോ, നടക്കുന്നവൻ എന്ന് പറഞ്ഞാലോ, അതും മനുഷ്യനെ പറ്റി പറയാൻ പറ്റിയത് തന്നെയാണ്. അതും അടിസ്ഥാന ഘടകത്തിൽ വരില്ല. മനുഷ്യനെ പറ്റി പറയാൻ പറ്റിയ മനുഷ്യവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് അത് അർളാണ്, അടിസ്ഥാനമല്ല. അപ്പോൾ അർള് ആമാണ്. അപ്പോൾ നിർവചിക്കാൻ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കുമ്പോൾ നിർവചനം വെരി പെർഫെക്റ്റ്, നിർവചനം ഏറ്റവും പൂർണ്ണമായി അടിസ്ഥാന ഘടകങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് പറയാം. ആ അടിസ്ഥാന ഘടകങ്ങളിൽ തൊട്ടടുത്തത് ഉപയോഗിക്കാതെ കുറച്ച് അകലുള്ളത് ഉപയോഗിച്ച് പറയുക. അടിസ്ഥാന ഘടകങ്ങളിൽ ജിൻസ് പറയാതെ ഫസ്ല് മാത്രം പറയുക. ഇങ്ങനെ അടിസ്ഥാന ഘടകങ്ങളെ കൊണ്ട് നിർവചിക്കുമ്പോൾ തന്നെ പറയിട്ടുണ്ടാവും. അടിസ്ഥാന ഘടകം അല്ലാത്തടുത്ത് പറയുമ്പോൾ ജിൻസ് അടിസ്ഥാന ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടി അടിസ്ഥാന ഘടകം അല്ലാത്തതും കൂട്ടി അങ്ങനെ പറയുക. അടിസ്ഥാന ഘടകം അല്ലാത്ത രണ്ടെണ്ണം മാത്രം പറയുക. അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ അല്ലാത്തതിലെ അത് ആ വിഭാഗത്തിനോട് ഒതുങ്ങി നിൽക്കുന്നത് മാത്രം പറയുക. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിർവചിക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് വിലയിരുത്താം. അപ്പോൾ അങ്ങനെയൊക്കെ പറയാമെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഇത്തരം ഘടകങ്ങളുണ്ട്, ഇതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റി പറയാം എന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മനുഷ്യനെ കുറിച്ച് നമ്മൾ മനുഷ്യൻ നിർവചിക്കുക, അടിസ്ഥാന ഘടകങ്ങളെ കൊണ്ട് നിർവചിക്കും. അടിസ്ഥാന ഘടകങ്ങളിൽ പെട്ടതാണ് ജിൻസ്, ഫസ്ല്. ജിൻസ് ബഈദും ഉണ്ടാവാം, ഖരീബും ഉണ്ടാവാം. നമ്മളതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളിൽ കടുപ്പുള്ള ശൈലിയാണ് മാറ്റിയിട്ട് കുറച്ചുകൂടി ലളിതമായ ശൈലിയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻസാനെ അപേക്ഷിച്ചിടത്തോളം നമ്മൾ താരീഫ് പറയും, ഏതൊരു സംഗതിയെ അപേക്ഷിച്ചിടത്തോളം താരീഫ് പറയുമ്പോൾ അതിൻ്റെ നിർവചനം പറയുമ്പോൾ അതല്ലാത്തതൊക്കെ ഒഴിവാകണം. മനുഷ്യനെ പറ്റിയ കാര്യം പറയുമ്പോൾ മനുഷ്യൻ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരാമർശാൽ വേണം. ഇപ്പോൾ മനുഷ്യനെ പറ്റി അൽ ഹയവാൻ എന്ന് പറഞ്ഞു, മനുഷ്യന് മാത്രം ഒതുങ്ങിക്കണമല്ല, താരീഫാവില്ല. അൽ ജിസ്മുൻ നാമിൽ ഹയവാനു, മനുഷ്യനെ പറ്റി പറയാണ് അൽ ജിസ്മുൻ നാമിൽ ഹയവാനു, ജീവനുള്ള വളരുന്ന തടി എന്ന് പറഞ്ഞാൽ താരീഫാവില്ല. കാരണം എന്താ? അതൊരു മനുഷ്യൻ എന്ന വർഗത്തിൽ ഒതുങ്ങിക്കൂല. ജീവി എന്ന് പറഞ്ഞ ബാക്കിയുള്ള ആടും പോത്തും മൂലിക്കല് പെടും. അപ്പോൾ നിർവചനമല്ല. നിർവചനമാകുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതിനുണ്ട് അൽ മുമയ്യിസുല, അതിനെ നമുക്കുണ്ട് വേർതിരിച്ച് തരുന്ന സാധനത്തിന് നിർവചനം എന്ന് പറയുള്ളൂ. ആ നിർവചനം എന്ന് പറഞ്ഞാൽ ആ സാധനം മനസ്സിലാവണം. അപ്പം അങ്ങനത്തെ ഒന്നതിൽ അത്യാവശ്യം. അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന്
നാത്തിക്ക് എന്നുള്ളതോ ലാഹിക്ക് എന്നുള്ളതോ നിർവചനത്തിൽ അത്യാവശ്യമാണ്. കാരണം ഇതിന് മനുഷ്യ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നാത്തിക്കും ലാഹിക്കും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പലതിനെ പറ്റും പറയാൻ പറ്റിയ സംഗതിയാണ്. ഇതിനെ പറ്റും പറയാം, വേറെ വല്ലതിനെ പറ്റും പറയാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നുണ്ടാവണം. ഇതിൽ നാത്തിക്കിനെ അപേക്ഷിച്ചിടത്തോളം അത് അടിസ്ഥാന ഘടകമാണ്, ഫസിലാണ്. ഇൻസാനിനെ വേറെ തൊട്ടൊക്കെ വേർതിരിച്ച് നൽകുന്ന ഒരു സാധനമാണ് നാത്തിക്ക്. ലാഹിക്കും മനുഷ്യ വിഭാഗത്തിനോട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനമാണ്. ഹാസാണ്, അറുള്ള ആമല്ല. അപ്പോൾ ഇത് രണ്ടാലും ഒന്ന് ഉപയോഗിച്ചിട്ട് വേണം താരീഫ് കാണാൻ. ഇത് രണ്ടാലൊന്നും എന്തായാലും അത്യാവശ്യം. പിന്നെ ഇതിൽ ഏതാ കൂട്ടേണ്ടി? ആ കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നിർവചനങ്ങൾ പല ഐറ്റംസായി തിരിയും. അതിലിപ്പോൾ ഒന്ന് നമ്മൾ നാത്തിക്ക് ഏതായാലും ഉപയോഗിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹൈവാൻ ഉപയോഗിക്കുക, ജിസ്മുന്നാമി ഉപയോഗിക്കുക, ഹസാസോ മാഷോ ഒക്കെ ഉപയോഗിക്കാം. അത് നമ്മൾ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ തൊട്ടപ്പുറത്ത്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ തൊട്ട മേലെ ഹൈവാൻ എന്നുണ്ട്, അതിൽ മനുഷ്യനും മനുഷ്യനല്ലാത്ത മറ്റു ജീവികളൊക്കെ പെടും. അതിൻ്റെ മേലെ അൽ ജിസ്മുന്നാമി എന്നുണ്ട്, അതിൽ മനുഷ്യനും മനുഷ്യനല്ലാത്ത ജീവികളും ജീവികളല്ലാത്ത മരങ്ങളൊക്കെ അതിൽ പെടും. അതിൻ്റെ തൊട്ടപ്പുറത്ത് അൽ ജിസ്മു എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ജിസ്മുൽ മുത്തലഖു എന്ന് പറയാം. അപ്പോൾ അതിൽ കല്ലുകളടക്കമുള്ള മറ്റു തടികളെല്ലാം പെടും, മേശ, ടേബിൾ, കസേര പോലുള്ള എല്ലാം അതിൽ പെടും. ഇങ്ങനെ മേലക്ക് ഓരോ തട്ടുകളായി താഴെയുള്ളതിൽ ഉൾക്കൊള്ളിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പറഞ്ഞു ജിൻസ് പല തരത്തിൽ മേലക്ക് പോവും. ജിൻസ് ആലി, മേലുള്ളതിന് ജിൻസ് ആലി എന്ന് പറയാം, താഴെയുള്ളതിന് ജിൻസ് സാഫിൽ എന്ന് പറയാം. ഒക്കെ അർത്ഥം നോക്കിയാൽ തിരിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാത്തിക്കിൻ്റെ കൂടെ നാത്തിക്കിൻ്റെ തൊട്ട മേലുള്ള ജിൻസ്, ഏറ്റവും അടുത്ത ജിൻസ് എടുത്ത് എന്നിട്ട് അൽ ഹയവാനു അന്നാത്തിഖു. ഇപ്പം നമ്മൾ നിർവചനം പറഞ്ഞ എന്തുകൊണ്ടാണ്? അടിസ്ഥാന ഘടകങ്ങളിൽ ജിൻസ് കരീബ്, തൊട്ട മേലെയുള്ള ജിൻസ്. ഫസിലും കരീബ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറ്റെല്ലാത്തിനെ തൊട്ടും വേർതിരിക്കുന്ന സാധനമാണ് ഫസില് കരീബ്, അടിസ്ഥാന ഘടകത്തിൽ പെട്ടതുമാണ്. നാത്തിക്ക് എന്ന് തന്നെ പറഞ്ഞാൽ ബാക്കിയുള്ള തൊട്ടൊക്കെ വേർതിരിയും, അടിസ്ഥാന ഘടകത്തിൽ പെട്ടതാവും. അപ്പോൾ അടിസ്ഥാന ഘടകത്തിൽപ്പെട്ട ജിൻസ് കരീബും ഫസില് കരീബും. അൽ ജിൻസുൽ കരീബു അസുൽ ഫസുൽ കരീബു, അത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർവചനം ഉണ്ടാക്കിയത്. ഈ നിർവചനത്തിന് അൽ ഹദ്ദു താമു എന്ന് പറയാം. അൽ ഹദ്ദു താം. അപ്പോൾ ഒരു വസ്തുവിനെ നിർവചിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് ജിൻസ് കരീബും ഫസിൽ കരീബും ഉപയോഗിച്ച് നിർവചിച്ചാൽ ആ നിർവചനത്തിൻ്റെ പേര് അൽ ഹദ്ദു താം, പൂർണ്ണ നിർവചനം, യഥാർത്ഥ നിർവചനം. ഹദ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിക്കണം, അപ്പോൾ ഹദ്ദുള്ളൂ. താമ് എന്ന് പറയാൻ കാരണം അതതിൻ്റെ പൂർണ്ണതയിലെത്തി. ഇനി പൂർണ്ണതൻ്റെ കുറവ് വരുമ്പോൾ പൂർണ്ണത മനസ്സിലാവും. ഇനി നമ്മൾ ഇൻസാനെ പറഞ്ഞത് അൽ ഹയവാനുനാത്തിക്കൊന്നും അല്ല. അൽ ജിസ്മുന്നാമിൻ നാത്തിഖു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഹയവാൻ്റെ ഇൻസാൻ്റെ നാത്തിഖ് എന്ന ഒരു അടിസ്ഥാന ഘടകത്തിലെ മറ്റുള്ളതിനെ തൊട്ടൊക്കെ വേർതിരിക്കുന്ന ഫസിൽ കരീബ് എടുത്തു. അതെന്തായാലും വേണമല്ലോ, ഫസിൽ കരീബോ ഹാസ എന്തായാലും വേണം. പിന്നെ നമ്മൾ എടുത്ത് തൊട്ട മേലുള്ള ജിൻസല്ല, അതിൻ്റെ മേലുള്ള ജിൻസ് എടുത്ത് ഹയവാന് തൊട്ട മേലെ ഹയവാനും കൂടി ഉൾക്കൊള്ളിക്കുന്ന ജിസ്മുന്നാമി എന്ന ജിൻസ് ബഈദ എടുത്ത്. അൽ ജിൻസുൽ ബഈദു അൽ ഫസ്ലുൽ കരീബു, ജിൻസ് ബഈദും ഫസ്ല് കരീബും കൂട്ടിയിട്ട് ഒരു നിർവചനം പറഞ്ഞാൽ അത് ഹദ് തന്നെയാണ്. പക്ഷെ ഹദ് നാഖിസായി. ഹദ് പറയാൻ കാരണം അടിസ്ഥാന ഘടകം തന്നെയാണ്. കാരണം ജിൻസുകൾ എത്ര മേലേക്ക് പോയാലും ഇതിൻ്റെ അടിസ്ഥാനമാണ് അത്, അതിൻ്റെ അടിസ്ഥാനമാണ് അത്, അങ്ങനെ പോകും. ഹയവാൻ്റെ അടിസ്ഥാനത്തിൽ ജിസ്മുന്നാമി വരും. കാരണം ജിസ്മിയത്ത് ഉണ്ടായിട്ട് അതിനോട് കൂടെ ഹയാത്ത് കൂടുമ്പോഴാണ് പിന്നെ ഹയവാനുകളിലേക്ക് വരിക. പിന്നെ അപ്പോൾ ഹദ് എന്ന് പറയും, അടിസ്ഥാന ഘടകം ഉള്ളത് കൊണ്ട് ഹദ് എന്ന് തന്നെയാണ് പേര്.
പക്ഷേ ഇവിടെ ഫസ്ല് കരീബും ജിൻസ് കരീബും എന്ന ഏറ്റവും അടുത്ത അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഹദ് നാഖിസായി, ചെറിയൊരു കുറവ് വന്നു. ജിൻസ് കരീബില്ല, കുറച്ച് അപ്പുറത്തതേ ഉള്ളൂ. ഇതിനെ കൂടുതൽ മേലുള്ളതിനെ ഉൾക്കൊള്ളിക്കണ കുറച്ച് വിദൂരമായ ജിൻസാണ് ഉപയോഗിച്ചത്. അപ്പം ഹദ്ദു നാഖിസു എന്നാണ് അതിന് പറയുക. അപ്പം എന്തായിപ്പോൾ ഒരു വസ്തുവിന് നിർവചനം പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിക്കുകയും അതിൽ ജിൻസ് കരീബും ഫസ്ല് കരീബും ഉണ്ടാവുകയും ചെയ്താൽ ഹദ്ദ് താമ്. ഒരു വസ്തുവിനെ നിർവചിക്കുമ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട്, പക്ഷെ അത് ജിൻസ് ബഈദാവുകയും ഫസ്ല് കരീബ് ഉണ്ടാവുകയും ചെയ്താൽ അതിന് അൽ ഹദ്ദു നാഖിസു എന്ന് പറയാം. ഇനി ഇതേ ഹദ്ദ് നാഖിസ് തന്നെ വെറും ഇൻസാനെ പറ്റിയിട്ട് നാത്തിഖു എന്ന് മാത്രം പറഞ്ഞു. നാത്തിഖു എന്ന് മാത്രം പറഞ്ഞു. എന്നാലും മനുഷ്യൻ വേർതിരിയുമല്ലോ. ആ മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് നാത്തിഖ് എന്ന് മാത്രം പറഞ്ഞാലും അത് വേർതിരിയും. ഇസ്മുന്നാമിന്നോ ഹൈവാനെന്നോ ഒന്നും കൂട്ടിയില്ല. എന്നാലും വേർതിരിയണത് കൊണ്ട് ഒരു നിർവചനത്തിൻ്റെ ധർമ്മമുണ്ട്. അപ്പോൾ നിർവചനം എന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ വേറൊന്നും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ മേലുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് ഹദ്ദ് നാഖിസ് തന്നെയാണ് പറയുക. അപ്പോൾ ഇതും ഹദ്ദ് നാഖിസാണ്. അപ്പോൾ എന്തായിപ്പോൾ ഫസ്ല് കരീബ് കൊണ്ട് മാത്രം നിർവചനം പറഞ്ഞാലും ഹദ്ദ് നാഖിസ് എന്ന വകുപ്പിലാണ് ഉൾപ്പെടുക. ഇനി നമ്മൾ ഇൻസാനിന് ലാഹിക്കാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഉപയോഗിക്കണമല്ലോ. നാത്തിക്ക് ഉപയോഗിക്കണില്ലെങ്കിൽ ലാഹിക്ക് ഉപയോഗിക്കണം. കാരണം മനുഷ്യ വിഭാഗത്തിന് വേറെ തൊട്ടൊക്കെ വേർതിരിക്കുന്ന ഒന്നേ നിർവചനത്തിൽ പറ്റുമോ, എന്തായാലും വേണം. അതില്ലാത്ത നിർവചനമല്ല. അപ്പം നമ്മൾ അടിസ്ഥാന ഘടകം ഉപയോഗിക്കണില്ല. അടിസ്ഥാന ഘടകം അല്ലാത്ത ആ വകുപ്പിൽ ഒതുങ്ങി നിൽക്കുന്ന ഹാസ്, അർലുൽ ഹാസ് അല്ലെങ്കിൽ ഹാസ, അത് ഉപയോഗിച്ചു അല്ലാഹിക്ക്. അതോടുകൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഹൈവാനത്തിന് ഉപയോഗിക്കാം. അല്ല ഹൈവാനുല്ലാഹിക്കു എന്ന് പറയാം. അടിസ്ഥാന ഘടകം തന്നെ ഉപയോഗിച്ചു. അടിസ്ഥാന ഘടകത്തിൽ മേലുള്ള തൊട്ടടുത്തുള്ള ജിൻസ് തന്നെ ഉപയോഗിച്ചു. അൽ ജിൻസുൽ കരീബ്, ജിൻസ് കരീബ് ഉപയോഗിച്ചു, ഹാസ് ഉപയോഗിച്ചു. ജിൻസ് കരീബ് ഹാസ് ഉപയോഗിച്ചു. അപ്പം നമ്മൾ അടിസ്ഥാന ഘടകം അതിൽ ഫസ്ൽ, അടിസ്ഥാന ഘടകത്തിൽപ്പെട്ട ഫസ്ൽ ഇതിലില്ല, ഇതിൽ ഹാസ ഉള്ളത്. പിന്നെ അപ്പുറത്തുള്ളത് അടിസ്ഥാന ഘടകത്തിൽപ്പെട്ടതാണെങ്കിലും ജിൻസ് കരീബുള്ള ആ വകുപ്പിനെ വേറെ തൊട്ട് വേർതിരിക്കുന്ന ഒരു സംഗതി, ഒരു ഘടകം ഇവിടെ ഇല്ല, അടിസ്ഥാന ഘടകത്തിൽ നിന്നില്ല. അപ്പം ഇത് ഹദ് എന്നുള്ള വകുപ്പിൽ നിന്ന് പോയിട്ട് റസ്മ് എന്നുള്ള വകുപ്പായി. റസ്മു റസ്മു താമു. ഫസലില്ല, ഹാസ മാത്രമേ ഉള്ളൂ. ഇനി ഇൻസാനെ തന്നെ നമുക്ക് എന്താക്കാം? ഹാസ മാത്രം, അല്ലാഹിക്കു എന്ന് മാത്രം എടുത്തു പറഞ്ഞു. അല്ലാഹിക്കു മതിയല്ലോ. ആ വകുപ്പ് വേർതിരിഞ്ഞു, ഇൻസാൻ എന്നുള്ള വകുപ്പ് വേർതിരിഞ്ഞു. ഹാസയാണ് ഒരു വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, പക്ഷെ അടിസ്ഥാന ഘടകത്തിൽപ്പെട്ടതല്ല. മനുഷ്യനായി തീരുക എന്ന അടിസ്ഥാന ധർമ്മം നിർവഹിച്ചത് ഹയാത്ത്, ജീവനും നുത്ഖ് എന്ന ഈ രണ്ട് ശേഷിയുമാണ്. ലാഹിക്ക് എന്നുള്ള ചിരി എന്നുള്ളതല്ല, പക്ഷെ അത് ആ വകുപ്പിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ലാഹിക്ക് നമ്മളെടുത്തു. അതും ഒരു നിർവചനമായിട്ട് കൂട്ടാൻ പറ്റും. പക്ഷെ അതിനെപ്പറ്റി റസ്മു നാഖിസു എന്നേ പറയുള്ളൂ. ഒരു കുറവ് പറ്റി, വേറെ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഉൾപ്പെടുത്തി പറഞ്ഞാൽ തന്നെ അൽ ജിസ്മുൻ നാമി ലാഹിക്ക്, അത് ദൂരമുള്ള ജിൻസ് ബഈദ്, അതോടുകൂടെ ഹാസി എടുത്തു. അപ്പോൾ ഈ രണ്ട് വകുപ്പിലും റസ്മുൻ നാഖിസ്, ഇതും റസ്മുൻ നാഖിസാണ്.
ഇത് റസ്മ് നാക്കിസാണ്. അപ്പോൾ റസ്മ് താമ്, ഇത് റസ്മ് നാക്കിസ്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് ഒരു വസ്തുവിനെ നിർവചിക്കാൻ പറ്റും. ഹദ് താമ്, ജിൻസ് കരീബും ഫസ്ൽ കരീബും കൂടിയാൽ ഹദ് നാഖിസ്, ജിൻസ് ബഈദും ഫസ്ൽ കരീബും അല്ലെങ്കിൽ ഫസ്ൽ കരീബും മാത്രം. പിന്നെ റസ്മ് താമ്, ജിൻസ് കരീബും ഫസ്ലില്ല ഖാസ അല്ലെങ്കിൽ ഖാസ, അത് ജിൻസ് കരീബും ഖാസയും കൂടിയാൽ പിന്നെ റസ്മ് താമ്, ഹദ് എന്നുള്ള പേര് മാറി റസ്മായി. പിന്നെ ജിൻസ് ബഈദും ഖാസയും അല്ലെങ്കിൽ ഖാസ മാത്രം, അപ്പോൾ റസ്മ് നാഖിസ്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് വസ്തുക്കളെ, സാധനങ്ങളെ, കാര്യങ്ങളെ നിർവചിക്കാം. ഇനി പിന്നെ ഒരു ലഫ്ലിയായ ഒരു വിശദീകരണം, ലഫ്ലിയായ നിർവചനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താരീഫുൽ ലഫ്ലിയു, എന്താണ് ഒരു ലഫ്ല് പിന്നെ ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ പരിചയമുള്ള ഒരു ലഫ്ല് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ അറബിയിലൊരു വാക്ക് കേട്ടു, അൽ ഖളംഫറു, സാധാരണ പറയുന്നതാണ്. അൽ ഖളംഫറു എന്നൊരു വാക്ക് കേട്ടു. ഇതിപ്പോൾ എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലായില്ല. അൽ ഖളംഫറു, എന്താ ഇപ്പോൾ ഖളംഫർ? അപ്പോൾ ഒരാൾ പറഞ്ഞ ഖളംഫർ എന്ന് പറഞ്ഞാലേ അത് അസദാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അസദ് എന്നുള്ള സാധാരണ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ്. അപ്പോൾ അൽ ഖളംഫറു അൽ അസദു എന്ന് പറഞ്ഞു കൊടുത്തു. അതൊരു ലഫ്ലിനെ ഒന്ന് വേറെ ലഫ്ലോട്ട് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പൊതുവെ താരീഫ് ലഫ്ലി എന്ന് പറയും. പിന്നെ റസ്മൊന്നും ഹദ്ദൊന്നും പറയില്ല, ഒരു പദപരിചയപ്പെടുത്തൽ. ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാതെ മാത്രം. ഇങ്ങനെയാണ് നിർവചനങ്ങൾ. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ മന്തിക്കിൻ്റെ ഒരു ഒന്നാമത്തെ പാർട്ട് ഓരോ സാധനങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ നിർവചനമാണ് പറയേണ്ടത്. നിർവചനത്തിൽ പൂർണ്ണമായ നിർവചനം ഇന്നതാണ്, പൂർണ്ണമല്ലാത്ത നിർവചനം ഇന്നതാണ്, അതിൻ്റെ ഐറ്റംസ് ഇന്നതാണ്. പിന്നെ ഒരു സാധാരണ പദപരിചയപ്പെടുത്തൽ എന്നുള്ളൊരു സംഭവം അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മന്തിക്കിൻ്റെ 1ാം ഘട്ടം ഏകദേശം നമ്മൾ ഒരു ഭാഗത്തെത്തി. ഇത് ഇവിടേക്ക് എത്താനാണ് നമ്മൾ നേരത്തെ ഓരോ വാക്കുകളെയും ജിൻസ്, ഫസ്ല്, പിന്നെ ഖാസ, അർല, അർല ഖാസ്, ഇങ്ങനെയൊക്കെ ഓരോ പിന്നെ വകുപ്പുകളാക്കി വേർതിരിച്ച് പഠിച്ചത്. അതൊക്കെ പാടെ ഇവിടെ വന്ന് നമ്മൾ പ്രയോഗിക്കലോടുകൂടെ 1ാം പാർട്ട് അവസാനിച്ചു.